ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ കഥ നോക്കിയാലോ. സിനിമയുടെ പേര് ഹോട്ട്സ്പോട്ട്. ബ്രോക്കർ വഴി ഒരു കോൾ ബോയ് ആണെങ്കിൽ തന്റെ കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ കസ്റ്റമർ ആണെങ്കിൽ തിരിഞ്ഞു കിടക്കുകയാണ്. അവരുടെ മുഖം കണ്ടപ്പോഴാണ് ആ ഒരു കോൾ ബോയ് ഞെട്ടിപ്പോകുന്നത്. അതാരെന്നാൽ അവന്റെ അമ്മയായിരുന്നു. അത് കണ്ടതും ആ ഒരു കോൾ ബോയ്ക്ക് സഹിക്കാനായില്ല. അവൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? അവന്റെ അമ്മ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. എന്തിനായിരിക്കും അമ്മയെ അവിടെ അവൻ കണ്ടത് എന്നുള്ള കാര്യമൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായികയായ അനിതയാണ് കാണിക്കുന്നത്. അനിതയാണെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആണ്. നല്ല മിടുക്കിയായ ജേർണലിസ്റ്റ് ആയതിനാൽ ഈ അനിതയ്ക്ക് ഇപ്പോൾ പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അനിത ഹെഡിനോട് പറയുന്നത് തന്റെ കാമുകൻ നാട്ടിലുള്ളതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് തനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ താൻ ജോലി ചെയ്തോളാമെന്നും ഹെഡിനോട് പറയുന്നു. അനിതയുടെ കാമുകനാണ് നായകനായ വെട്രി. വെട്രിയാണെങ്കിൽ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ വെട്രിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്തെന്നാൽ ഏത് പെൺകുട്ടികളെ കണ്ടാലും അവൻ ഉടനെ തന്നെ ഫീലിങ്സ് ഉണ്ടാകും. അപ്പോൾ തന്നെ അവന് മാസ്റ്റർബേഷനും ചെയ്യണം. ജോലി ചെയ്തുകൊണ്ടിരിക്കവെ തന്നെ അവന് ഫീലിങ്സ് ഉണ്ടായി. ബാത്റൂമിലേക്ക് പോയി ആരും അറിയാതെ അവൻ മാസ്റ്റർബേഷൻ ചെയ്യും. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും വെട്രിയെ വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത്. അവനെ കളിയാക്കി ചിരിക്കുന്നവരുണ്ട്, അവനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, അവനെ രൂക്ഷമായി നോക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും കണ്ടിട്ടും ഇവൻ എന്താണ് കാര്യമെന്നൊന്നും മനസ്സിലാകുന്നതേയില്ല. ഇവരെന്തിനായിരിക്കും എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നാണ് വെട്രി ചിന്തിക്കുന്നത്. പക്ഷേ സംഭവം എന്തെന്നാൽ ബാത്റൂമിലാണെങ്കിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ക്യാമറ വെച്ചത്. മുൻപേ പറഞ്ഞിരുന്നു ബാത്റൂമിൽ ക്യാമറ വെക്കുകയാണേ അങ്ങോട്ടാരും പോകരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യമൊന്നും വെട്രി അറിഞ്ഞതേയില്ല. അവനൊന്നും അറിയാതെ ബാത്റൂമിൽ കയറി അങ്ങ് പരിപാടി ഒപ്പിച്ചു. സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കമ്പനിയിലുള്ള എല്ലാവരുടെ ഇടയിലും വൈറലായി. അതറിഞ്ഞ് അവരുടെ ഹെഡാണെങ്കിൽ വെട്രിയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ഈ ഒരു കാര്യം വൈറലായതിനാൽ കമ്പനി MDക്കും ആകെ നാണക്കേടായതിനാൽ വെട്രിയെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. വെട്രിയെ കാണുവാനായിട്ട് അനിത എത്തും. ജോലി പോയ കാര്യം കാമുകിയായ അനിതയോട് വെട്രി പറഞ്ഞു. പക്ഷെ എന്ത് കാരണത്തിലാണ് ജോലി പോയതെന്ന കാര്യം മാത്രം അവൻ പറഞ്ഞില്ല. എന്നാൽ അനിത പറയുന്നത്, നീ എത്രയും വേഗം വല്ല ജോലിയും സെറ്റാക്കണം, നമുക്ക് കല്യാണം കഴിക്കണ്ടേ, നീ ഒരു ജോലി റെഡിയാക്കിയിട്ട് എന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കണമെന്നും അനിത പറയുന്നു. പക്ഷെ അതെല്ലാം കേട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ് വെട്രി. അവന് നാണക്കേടുമുണ്ട്, എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്ന വെട്രിയോട് അമ്മയും വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയും. ലോണിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ പറയുമ്പോൾ വെട്രിക്ക് ആകെ തലഭ്രാന്ത്. അത്രയ്ക്കും ബുദ്ധിമുട്ടായി. കാര്യം അവന്റെ വീട്ടിലെ ആകെ വരുമാനം എന്നത് അവന് മാത്രമായിരുന്നു. അതും ഇപ്പോൾ ഇല്ലാതായപ്പോൾ ആകെ പ്രശ്നമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ജിമ്മിൽ വന്ന വെട്രിയാണെങ്കിൽ അവിടെ വെച്ച് അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ കണ്ടു. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ഈ കൂട്ടുകാരനോടാണ്. അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാരനോട് പറയും. എന്നിട്ട് പറയുന്നത്, എനിക്ക് എത്രയും വേഗം നീ നല്ലൊരു ജോലി റെഡിയാക്കി തരണേ, വീട്ടിലാകെ അവസ്ഥ മോശമാ. പിന്നെ അത് മാത്രമല്ല ഈ അനിതയും ഒരു ജോലി റെഡിയാക്കിയിട്ട് വീട്ടിൽ വന്ന് ആലോചിക്കുവാനായി പറയുന്നു. ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ വെട്രി പറയും. എന്നിട്ട് വെട്രി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് എത്രയും വേഗം ഒരു ജോലി കണ്ടെത്തണം. അനിതയെ എനിക്ക് വിട്ടുകളയാനായി പറ്റത്തില്ല. അവളെ ഞാൻ റിയലായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അത് കേട്ട് കൂട്ടുകാരനാണെങ്കിൽ ഉറക്കെ അങ്ങ് ചിരിക്കും. എന്തെന്നാൽ അവന്റെ സ്വഭാവം കൂട്ടുകാരൻ അറിയാമല്ലോ. അപ്പോൾ നിനക്ക് മറ്റുള്ള പെണ്ണുങ്ങളോട് തോന്നുന്നത് എന്താടാ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ വെട്രി പറയുന്നത്, അതോ എനിക്ക് മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോൾ തോന്നുന്നത് അത് വെറും ലെസ്റ്റ്, പിന്നെ യഥാർത്ഥത്തിലുള്ള പ്രണയം എനിക്ക് അനിതയോടാണ് എന്നുള്ള കാര്യം കൂട്ടുകാരനോട് പറയുന്നു. എന്ത് സ്വഭാവമല്ലേ വെട്രിയുടേത്. പാവം അനിത ഇതൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കെ വെട്രിക്ക് അവന് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു ചേട്ടന്റെ കോൾ വരും. അവർ തമ്മിൽ നല്ല കമ്പനിയാണ്. ചേട്ടൻ പറയുന്നത്, നിന്റെ കൂട്ടുകാരിൽ അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്ന നല്ല വല്ല പയ്യന്മാരുമുണ്ടോ എന്ന് ചോദിക്കും. എന്തിനാണെന്ന എന്നവൻ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ചേട്ടൻ പറയുന്നത്, അതോ ഇവിടെ ഒരു ആന്റിക്ക് കോൾ ബോയ് ആയിട്ട് പോകാനാ, 20,000 രൂപ കിട്ടും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുവാനായും പറഞ്ഞു. കോള് കട്ട് ചെയ്ത് കളഞ്ഞതും വെട്രിയാണെങ്കിൽ കുറച്ചൊന്ന് ആലോചിക്കും. കാരണം അവനിപ്പോൾ കാശിന്റെ ആവശ്യമുണ്ട്. അവന്റെ വീട്ടിലെ ലോണും കാര്യങ്ങളും ഒക്കെ അടയ്ക്കാനുള്ളതില്ലേ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും 20,000 രൂപ ഒപ്പിക്കണമെന്ന് ചിന്തിച്ച് വെട്രിയാണെങ്കിൽ ആ ചേട്ടനെ വിളിച്ചിട്ട്, ചേട്ടാ ഞാൻ മതിയോ എന്ന് ചോദിക്കും. അയാൾ അതിന് സമ്മതിച്ചു. അങ്ങനെ അയാൾ പറഞ്ഞ സമയത്ത് ഏത് ആന്റിയുടെ വീട്ടിലേക്കാണോ പോകേണ്ടത് അതേ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തെത്തുകയാണ്. അവർ കുറച്ച് കാശ് ടീമാണ്. അവരുടെ ഭർത്താവാണെങ്കിൽ നാട്ടിലില്ല. ആ സമയം നോക്കിയാണ് അവർ കോൾ ബോയിയെ വിളിച്ചിരിക്കുന്നത്. അതും നമ്മുടെ ഈ വെട്രിയെ കണ്ട ഉടനെ തന്നെ നീ പോയി കുളിച്ച് ഫ്രഷായി വരുവാനായിട്ടും ആ ആന്റി പറയുന്നു.
എന്നാൽ വെട്രി പറയുന്നത് അല്ല, ഞാൻ കുളിച്ചിട്ടാ വന്നത്. എന്നാലും അവർ പറയുന്നത് ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അതുകൊണ്ട് പോയി കുളിച്ചിട്ട് വരുവാനായും പറഞ്ഞു. അങ്ങനെ വെട്രി കുളിച്ച് റെഡിയായി ഇൻഷർട്ടൊക്കെ ചെയ്തു വരും. അത് കാണുന്ന ആന്റി ചോദിക്കുന്നത്, നീ എന്താടാ ഇന്റർവ്യൂവിന് വന്നതോ എന്നൊക്കെ ചോദിച്ച് അവനെ കളിയാക്കിയിട്ട് അവന്റെ ഡ്രസ്സ് ഓരോന്നായിട്ട് അഴിക്കുവാനായും പറഞ്ഞു. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വെട്രി ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ അവന് 20,000 രൂപ കൊടുത്തു. കയ്യിൽ കാശ് വാങ്ങിയതും വെട്രിയുടെ സ്വഭാവമേ അങ്ങ് മാറി. എന്തായാലും ഇതൊരു തൊഴിലാക്കാമെന്നും വെട്രി തീരുമാനിക്കുന്നു. ആ ചേട്ടനോട് അക്കാര്യം പറയും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ചേട്ടനാണെങ്കിൽ ഓരോരുത്തരുടെ അടുത്തും നമ്മുടെ വെട്രിയെ പറഞ്ഞു വിടുന്നു. അങ്ങനെ വെട്രിയുടെ കൈവശം ഒരുപാട് കാശ് വന്നു തുടങ്ങി. അവന് കാശ് വരുന്നതൊക്കെ കണ്ട് കൂട്ടുകാരൻ പറയുന്നത്, എന്താ ജീവിതം, ഒരുപാട് കാശ്, സന്തോഷമുള്ള ജോലി, അതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമല്ലോ എന്ന് കൂട്ടുകാരൻ പറയും. വെട്രി എന്ത് തൊഴിൽ ചെയ്താണ് കാശുണ്ടാക്കുന്നതെന്ന് കൂട്ടുകാരന് നന്നായിട്ട് അറിയാം. എന്നിട്ട് വെട്രിയാണെങ്കിൽ ഐഫോണൊക്കെ വാങ്ങുകയാണ്. അനിത ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാ ഐഫോണൊക്കെ വാങ്ങിയത്, നിന്റെ കയ്യിൽ എങ്ങനെയാ ഇത്രയും കാശ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വെട്രി പറയുന്നത്, ഞാനും എന്റെ കൂട്ടുകാരന് ചേർന്ന് പുതിയൊരു ബിസിനസ് ആരംഭിച്ചു, അങ്ങനെ വന്ന ലാഭത്തിൽ വാങ്ങിയതാണെന്നും അനിതയോട് അവൻ കള്ളം പറഞ്ഞു. അനിതയാണെങ്കിൽ അത് വിശ്വസിക്കുകയാണ്. കൂട്ടുകാരൻ ചോദിക്കുന്നത്, നീ എന്നും ഓരോ സ്ത്രീകളുടെ അടുത്ത് പോകും, ഇവരെയൊക്കെ എങ്ങനെയാ നീ മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ വെട്രി പറയുന്നത്, ഓരോ സ്ത്രീകൾക്കും എന്നോട് ഓരോ തരത്തിലുള്ള ഫീലിങ്സാ. ചിലർക്കാണെങ്കിൽ എന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും, ചിലർക്കാണെങ്കിലോ എന്നോട് പ്രണയം തോന്നും. ഇവരെ എല്ലാവരെയും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കുന്നത്. പിന്നെ ചില സ്ത്രീകള് വിവാഹം കഴിഞ്ഞതായിരിക്കും, അവരുടെ ഭർത്താവ് വരുന്നതിന് മുൻപ് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം. അത്രയ്ക്കും റിസ്ക് ഉള്ളൊരു ജോലിയാണെന്നൊക്കെ വെട്രി ഇരുന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ചേട്ടനാണെങ്കിൽ വെട്രിയെ വിളിച്ചിട്ട്, ദേ ഒരു ആന്റി ഉണ്ട്, നീ ഹോട്ടലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആ ഹോട്ടലിന്റെ പേരും റൂം നമ്പറും പറഞ്ഞു കൊടുത്തു. അങ്ങനെ വെട്രിയാണെങ്കിൽ കുളിച്ച് സുന്ദരനായി രാത്രിയാണെങ്കിൽ ഹോട്ടലിലേക്ക് പോകും. അവന് പോകേണ്ട റൂമിന് മുന്നിലെത്തി. പക്ഷെ ആ റൂം തുറന്നു കിടക്കുകയായിരുന്നു. വെട്രി അകത്തേക്ക് കയറും. അവിടുത്തെ ആ സ്ത്രീയാണെങ്കിൽ ചരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. വെട്രിക്ക് അവരുടെ മുഖം കാണാനായും പറ്റുന്നില്ല. എന്നാൽ അവർ പെട്ടെന്നാണെങ്കിൽ അപ്പുറത്തെ വശത്തേക്ക് തിരിയും. അവരെ കണ്ടതും വെട്രി ഞെട്ടിപ്പോയി. കാരണം എന്തെന്നാൽ ആ കിടക്കുന്നത് വെട്രിയുടെ അമ്മ തന്നെയായിരുന്നു. അമ്മയെ കണ്ടതും അത് സഹിക്കാനാകാതെ വെട്രി പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്ത് ചെയ്യുമെന്നറിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വെട്രി വീട്ടിലേക്ക് പോകുന്നതും. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നാൽ വെട്രിക്ക് പോകാനായിട്ട് ചേട്ടൻ പറഞ്ഞു കൊടുത്ത റൂമിന്റെ നമ്പർ 157 ആയിരുന്നു. എന്നാൽ ഈ വെട്രി കേട്ടത് 187 എന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ 187 ചെന്ന് കയറി. ആ 187 അവന്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരികളുമായിരുന്നു. അവർ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ കൂട്ടുകാരികൾ ചോദിക്കും, നിന്റെ ഭർത്താവ് നിന്നെ എങ്ങും വിടത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാടി നീ ഇതിന് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത്, അതോ ഞാൻ പളനിക്ക് പോകുന്നെന്ന് കള്ളം പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും അമ്മ പറയുന്നു. അതേസമയം തന്നെ വെട്രി വീട്ടിലേക്കും എത്തിയിരുന്നു. ദേഷ്യത്തിലാണ് അവൻ വീട്ടിലേക്ക് വരുന്നതും. അച്ഛനോട് ചോദിക്കും, അമ്മ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, അവള് പളനിയിലേക്ക് പോയിരിക്കുക എന്ന് പറയുന്നു. അത് കേട്ടതും വെട്രിക്ക് ദേഷ്യം ഇരട്ടിയായി. കള്ളം പറഞ്ഞിട്ടാണല്ലോ അമ്മ ഈ പരിപാടിക്ക് പോയിരിക്കുന്നതെന്ന് വെട്രി ചിന്തിക്കുന്നു. അതേസമയം തന്നെ ആ ചേട്ടനൊരു കോൾ വരികയാണ്. അവൻ ഏത് റൂമിലേക്കാണ് പോകേണ്ടത്, ആ റൂമിലുള്ള കസ്റ്റമർ ആയിരുന്നു ചേട്ടനെ വിളിച്ചത്. നിങ്ങൾ പറഞ്ഞ ആ പയ്യൻ ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത്, ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഒരുപാട് നേരമായല്ലോ, ഇതുവരെയും വന്നില്ലേ. എന്തായാലും അവൻ വന്നില്ല. പക്ഷേ എന്റെ ഇവിടുത്തെ ഒരുപാട് സ്വർണം മോഷണം പോയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു വിട്ട ആളായിരിക്കും ഇതിന് പിന്നിലെന്നും ആ സ്ത്രീ വല്ലാതെ ദേഷ്യപ്പെടും. അത് കേട്ട് ചേട്ടനും ഒരുപാട് ദേഷ്യമായി. ചേട്ടന് ഉടനെ തന്നെ വെട്രിയെ ഫോൺ വിളിക്കും. പക്ഷേ വെട്രിയാണെങ്കിൽ അമ്മയെ ആ ഒരു സാഹചര്യത്തിൽ കണ്ടതിന്റെ ദേഷ്യത്തിലാണെങ്കിൽ ഇരിക്കുകയായിരുന്നു. ആ കോള് വന്നതൊന്നും വെട്രി അറ്റൻഡ് ചെയ്യത്തേയില്ല. അപ്പോൾ ആ ചേട്ടൻ ഉറപ്പിച്ചു ഇതിന് പിന്നിൽ വെട്രി ആയിരിക്കുമെന്ന്. അടുത്ത ദിവസം തന്നെ വെട്രി അവന്റെ അമ്മയും ബൈക്കിൽ കയറ്റി എങ്ങോട്ടോ പോവുകയാണ്. ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അമ്മയോട് ചോദിക്കും, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അപ്പോൾ അത് കേട്ട് അമ്മ ചിന്തിക്കുന്നത്, അമ്മ ഉറപ്പായിട്ടും ആരോടും പറയാതെ ഗെറ്റ് ടുഗദറിന് പോയ കാര്യം മകൻ അറിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറയുന്നതെന്നും അമ്മ കരുതുന്നു. എന്നിട്ട് അമ്മ പറയുന്നത്, ഞാൻ അങ്ങനെ പോയതിന്റെ കാരണം നിന്റെ അച്ഛനാന്ന് പറയും. അത് കേട്ടതും വെട്രിക്ക് ദേഷ്യം വരും. അതേസമയം തന്നെ ആ ഒരു ചേട്ടനില്ലേ, അയാൾ അവിടേക്ക് വന്നിട്ട് വെട്രിയോട് ചോദിക്കും, നീ അവരുടെ സ്വർണമൊക്കെ അടിച്ചെടുത്തോണ്ട് പോയോ എന്ന് മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ ആരുടെയും സ്വർണം മോഷ്ടിച്ചിട്ടില്ല, ദേ ഞാൻ ചെന്നപ്പോൾ ആ സ്ത്രീയെ കണ്ടതെന്ന് പറഞ്ഞ് അമ്മയെ ചൂണ്ടിക്കാണിക്കുന്നു. അത് കണ്ടതും അയാൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഉടനെ തന്നെ അയാളാണെങ്കിൽ അയാളെ വിളിച്ചു പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു 157 റൂമിലുണ്ടായിരുന്ന ആള്, അവരെ ഫോൺ വിളിച്ചിട്ട്
അവരുടെ സ്വർണത്തിനെ പറ്റി തിരക്കുമ്പോൾ അവർ പറയുന്നത് എന്റെ സ്വർണം തിരികെ കിട്ടി, റൂം ബോയിയാണ് അടിച്ചുകൊണ്ട് പോയത്, അല്ലാതെ നിങ്ങൾ വിട്ട ആ പയ്യനായിരുന്നില്ല, അതൊരു തെറ്റ് പറ്റിയതാ എന്നുള്ള കാര്യം ആ സ്ത്രീ പറയുന്നു. അങ്ങനെ അയാളാണെങ്കിൽ നേരെ വന്ന് വെട്രിയോട് കാര്യം പറഞ്ഞു. അയാൾക്ക് അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി, വെട്രിക്ക് റൂം മാറിപ്പോയതാണെന്ന്. ആ ചേട്ടന്റെ സംസാരത്തിൽ നിന്നും വെട്രിക്ക് മനസ്സിലായി അവന് റൂം മാറിപ്പോയതാണെന്ന്. അവൻ ഉടനെ തന്നെ അമ്മയ്ക്കടുത്തെത്തിയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് സോറി പറയും. എന്നിട്ട് അവൻ ഒരുപാട് കരയുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ കാര്യം എന്തെന്ന് മനസ്സിലാകുന്നതേയില്ല. കാരണം മകന്റെ ജോലി അമ്മയ്ക്ക് അറിയില്ലല്ലോ. അവൻ എന്തിനാണ് കെട്ടിപ്പിടിച്ച് കരയുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നതേയില്ല. അതേസമയം ആ ചേട്ടൻ തിരികെ വന്നിട്ട് വെട്രി നിന്നെ ഒരാൾക്ക് കാണണമെന്ന് പറഞ്ഞെന്ന് പറയും. അങ്ങനെ വെട്രിയുടെ അടുത്തേക്ക് ആ ആളിനെ ആ ചേട്ടൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവരെ കണ്ടതും വെട്രി ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല, അനിത തന്നെയായിരുന്നു. അനിതയും വെട്രിയെ കണ്ട് ഷോക്കായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാൽ കോൾ ബോയ്സിനെ പറ്റിയൊക്കെ അനിത ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ബ്രോക്കറിനെ കോണ്ടാക്ട് ചെയ്യും. ആ ബ്രോക്കർ മറ്റാരുമല്ല, വെട്രിയുടെ ഈ ഏറ്റവും അടുത്ത ചേട്ടനായിരുന്നു. ചേട്ടനാണെങ്കിൽ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം, കോൾ ബോയ് ആണെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ദേ വെട്രിയുടെ അടുത്തേക്ക്. അനിതയെ കണ്ട വെട്രിയാണെങ്കിൽ നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അനിത പറയുന്നത്, ഒരുപാട് സ്ത്രീകൾക്കൊപ്പം കഴിഞ്ഞ് നിന്നെ ഇനി എനിക്ക് വേണ്ട. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചത്. നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നിട്ട് നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ? നീ എന്നോട് പറഞ്ഞതെന്താ, നീ സ്വന്തമായി ബിസിനസ് ആരംഭിച്ചു എന്നല്ലേ? എന്നിട്ട് നീ ഈ ഒരു തൊഴിൽ ചെയ്തല്ലേ ഇത്രയും കാശ് സമ്പാദിച്ചത് എന്നൊക്കെ അവനെ വഴക്ക് പറയും. അപ്പോൾ അത് കേട്ട് വെട്രി പറയുന്നത്, അനിത നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് അവരോട് തോന്നുന്നതൊക്കെ വെറും ലിസ്റ്റ് മാത്രം. പക്ഷെ നിന്നോടാണ് എനിക്ക് ആത്മാർത്ഥ പ്രണയം. നിന്നെ എനിക്ക് പിരിയാൻ പറ്റത്തില്ല എന്നൊക്കെ അനിതയോട് പറയുന്നു. അതിലൊക്കെ അനിത വീഴുമോ? ഇല്ല. അപ്പോൾ അനിത പറയും, ഓഹോ, മറ്റുള്ളവരോട് തോന്നുന്നത് നിനക്ക് ലിസ്റ്റ്, എന്നോട് തോന്നുന്നത് നിനക്ക് റിയൽ ലവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്, എനിക്ക് നീ ഒരാളെ സെറ്റാക്കി താ. നിന്നോട് എനിക്ക് റിയൽ ലവ് ആണ്, പക്ഷെ ആ ആളോട് എനിക്ക് തോന്നുന്നത് ലെസ്റ്റാണ്. നീ എനിക്കൊരാളെ റെഡിയാക്കി തരണം. അത് മറ്റാരുമല്ല, നിന്റെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് തന്നെ. അവന് നീ എന്റെ അടുത്ത് ഞാൻ പറയുന്ന ദിവസം കൊണ്ടുവരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് നിന്റെ വീട്ടുകാരെ മുഴുവൻ ഞാൻ അറിയിക്കുമെന്നും അനിത അവനെ ഭീഷണിപ്പെടുത്തി. വേറെ വഴിയില്ലാതെ അനിത പറഞ്ഞ ദിവസം തന്നെ വെട്രിയാണെങ്കിൽ അവന്റെ കൂട്ടുകാരനെയും കൂട്ടി അനിതയുടെ വീട്ടിലേക്ക് പോവുകയാണ്. വെട്രിയുടെ കൂട്ടുകാരനെ കണ്ടതും വേഗം പോയി കുളിച്ച് ഫ്രഷായി വരുവാനായിട്ടും അനിത പറയുന്നു. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നത്, ഡാ എന്തിനാടാ നിന്റെ പെണ്ണ് എന്നോട് കുളിച്ചിട്ട് വരാൻ പറയുന്നത്? എന്റെ ദേഹത്ത് വല്ല ബാറ്റ്സ്മാനിലും ഉണ്ടോ? അതുകൊണ്ടാണോ അവൾ അങ്ങനെ പറയുന്നത് എന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ വെട്രിയാണെങ്കിൽ നടന്ന കാര്യമെല്ലാം കൂട്ടുകാരനോട് തുറന്നു പറഞ്ഞു. അത് കേട്ട കൂട്ടുകാരനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. അതേസമയം തന്നെ അനിത പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വെട്രിയോട് പ്രൊട്ടക്ഷൻ വാങ്ങിക്കൊണ്ട് വരുവാനായും പറഞ്ഞു. അങ്ങനെ അവൻ അത് വാങ്ങുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം തന്നെ അനിത വന്നിട്ട് കൂട്ടുകാരനെ കെട്ടിപ്പിടിക്കും. അത് കാണുന്നതും വെട്രിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അവൻ അകത്തേക്ക് വന്നിട്ട് അനിതയെ തള്ളി മാറ്റിട്ട് നീ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടും. അനിത വെട്രിയോട് ചോദിക്കും, ഓഹോ, അപ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? നിനക്ക് എന്തുമാകാം, പെണ്ണായിട്ടുള്ള എനിക്ക് ഒന്നും ആയിക്കൂടല്ലേ? നീ നേരത്തെ എന്തോ ഫിലോസഫി പറഞ്ഞല്ലോ, ലവ് വേറെ ലെസ്റ്റ് വേറെ എന്ന്. ഒരാളോട് യഥാർത്ഥമായിട്ടുള്ള പ്രണയം തോന്നും, മറ്റുള്ളവരോട് ഫിസിക്കലായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നും. അതിനെന്താണ് പറയുന്നതെന്നോ, ഓപ്പൺ റിലേഷൻഷിപ്പ്. അതിനെനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് നിനക്ക് വേദനിച്ചുവല്ലേ? അപ്പോൾ നിനക്ക് എന്തുമാകാം, എനിക്കൊന്നും ആയിക്കൂടാ. അപ്പോൾ പെണ്ണെന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ അടിമയാണല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവൾ ഒരുപാട് കാര്യം അവനോട് പറയുന്നു. അതെല്ലാം കേട്ട് തന്റെ തെറ്റെല്ലാം മനസ്സിലാക്കി തല കുനിച്ചു നിൽക്കുകയാണ് വെട്രി. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് ഒരാളാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്തിരുന്ന് കഥ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞ കഥയായിരുന്നു ഇത്. എന്നിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പറയുന്നത്, ഇതുപോലെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. ഉറപ്പായിട്ടും ഇത് സിനിമയായി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്നവരുടെ മുഖത്തൊക്കെ ഒരു അടി കിട്ടിയ പോലെ ആയിരിക്കുമെന്നും ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പറയും. അത് കേട്ടതും പ്രൊഡ്യൂസർ ആണെങ്കിൽ തന്റെ കവിളത്ത് തടവുന്നത് പോലെ കാണിക്കുന്നു. എന്തെന്നാൽ ആ ഒരു പ്രൊഡ്യൂസറിന്റെ സ്വഭാവം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാ. ഭാര്യയെ ചതിക്കുന്ന ടീമാണ് ഈ ഒരു പ്രൊഡ്യൂസറും. അതോടുകൂടി ആ ഒരു സീൻ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.